പത്മജിത്ത് നൽകിയ പരാതിയിൽ കോസ്മെറ്റിക് ആശുപത്രിയിലെ ഡോക്ടർ ഷനാൽ ശശാങ്കിനെ പ്രതിയാക്കി തുമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രത്യേക മെഡിക്കൽ സംഘം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കരക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ മെഡിക്കൽ കോളേജ് ഓഫീസർമാരെ ആവശ്യപ്പെട്ടു. സംഘത്തിൻ്റെ യോഗം 8-നും ചേരും. എൻ്റെ മകളുടെ ജീവിതം ഇല്ലാതായി. കുറ്റക്കാർക്കെതിരെ ഏതറ്റം വരെയും പോകും. ഇപ്പോൾ നടക്കാനോ എഴുതാനോ പറ്റുന്നില്ല. 4.5 വയസ്സുള്ള ഇരട്ട കുട്ടികളാണ് അവൾക്കുള്ളത്. വീട് വാങ്ങാനായി കരുതിയ 30 ലക്ഷം രൂപ ഇതിനകം ചികിത്സക്കായി വയറിനെ തുടർന്ന് സ്വകാര്യ പ്രവേശിപ്പിച്ച ശേഷമാണ് ഇക്കാര്യം പ്രതി. അവിടെ ഈ ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞ ഡോക്ടർമാർക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചില സാമ്പത്തികമുള്ള കക്ഷിയാണോ ഇവർ മാക്സിമം പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ നമ്മളെ പിഴിയാൻ നോക്കും. അറിയോ? അങ്ങനെയുണ്ട്. സാമ്പത്തികം ഉണ്ടെങ്കിൽ മാക്സിമം പിഴിയും. എനിക്ക് ഒരു മോൻ ഉണ്ടായിരുന്നു. എൻ്റെ ചെറിയൊരു മോന് ഇതേപോലെ തന്നെ അസുഖം ഉണ്ടായി. അസുഖം ഒരു ക്യാൻസറിൻ്റെ ഭാഗ്യനു. ഇവിടൊക്കെ ചികിത്സ നടത്തി പേൽമട വലിയ ഹോസ്പിറ്റലിൽ വലിയ ചികിത്സക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും ഓപ്പറേഷൻ ചെയ്യുന്നു. ചെയ്ത് തന്നെ വീണ്ടും ചെയ്യുന്നു. എന്തൊക്കെ വേറെ പ്രശ്നം ഇറങ്ങാണ്ട് ഏതായാലും ഒരു സംഖ്യ എമൗണ്ട് അങ്ങോട്ട് പൊട്ടി. ശേഷം അസുഖം വീണ്ടും പഴയ തന്നെ വീണ്ടും തുടങ്ങി. അപ്പോൾ പറയാണ് ഇവനെ നിങ്ങൾ അങ്കമാലിക്ക് കൊണ്ടുപോയിക്കോളിയാണ്. അങ്കമാലിക്ക്. അപ്പോൾ ഇതിന് ഇവരെ കേസ് നമ്മളൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞു പൈസ. അങ്കമാലിക്ക് കൊണ്ടുവന്നു. ചെറിയ കുട്ടിയാണ്. 2.5 വയസ്സായ കുട്ടിയാണ്. 2 വയസ്സായ കുട്ടിയാട്ടോ. 2 വയസ്സായ കുട്ടിയത് ഒരാൺകുട്ടിയാണ്. അങ്കമാലിയിൽ നിന്ന് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവരെ തിരുവനന്തപുരം RCC കൊണ്ടുപോയിക്കോളിയാണ്. തിരുവനന്തപുരം RCC കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ് ഞങ്ങൾ അവിടെ വരുന്ന രോഗികളുടെ ബന്ധുക്കളുമായിട്ടൊരു കൺസൾട്ടിങ് നടത്തുകയാണ്. എന്തൊക്കെ സ്ഥിതിഗതികൾ എങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇവരുടെ സാമ്പത്തികം ഇവർ ചൂഴ്ന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ എന്നിട്ട് അവർക്ക് കാർഡ് തരും. അതല്ലാതെ അവിടെ റേഷൻ കാർഡോ മറ്റുള്ള രേഖകളോ ഒന്നും അവിടെ ഹാജരാക്കില്ല. ഇപ്പോഴല്ല കേട്ടോ. അന്നത്തെ ഞാൻ എൻ്റെ കുട്ടിയുടെ അസുണ്ടായ സമയത്തിൻ്റെ കാര്യം പറഞ്ഞത്. അന്ന് അങ്ങനെയായിരുന്നു. അങ്ങനെ ഇവരൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഇവർ സാമ്പത്തിക മനസ്സിലാക്കിയിട്ട് ഇവർ കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മോനിട്ട കാർഡ് ഒരു F എന്നാണ്. ഫുള്ള് എനിക്കറിയില്ല. എൻ്റെ ഒരു കാർഡ് F. അങ്ങനെ മെഡിക്കൽ കോളേജിൽ സിനിമ RCCയുടെ അഡ്മിറ്റാണ്. അവിടുന്ന് മരുന്ന് വാങ്ങുമ്പോൾ ലൈനിൽ നിൽക്കണം. പല ആളുകൾക്കും പല വിധത്തിലാണ് പൈസ ബില്ല് വരിക. അപ്പോൾ നമ്മളങ്ങനെ മരുന്ന് വാങ്ങുമ്പോൾ എൻ്റെ മുന്നിലുള്ളവർക്കൊക്കെ 40 രൂപ, 60 രൂപ, 100 രൂപ, 70 രൂപ, 20 രൂപ ഒക്കെ വരുള്ളൂ. എൻ്റെ മോൻ്റെ പേര് വിളിക്കുമ്പോൾ കാണാം 550, 700, 650. സ്ഥിതി. അപ്പോൾ സാമ്പത്തികം ഇതൊക്കെ മനസ്സിലായി. സാമ്പത്തികം പറഞ്ഞാൽ അത്യാവശ്യം ഇതിലൊക്കെ നമ്മൾ പിന്നെ അടിച്ചുപൊളി ജീവിച്ചിട്ട് കിട്ടിയപ്പോൾ നല്ല ഉള്ള സാമ്പത്തികമൊക്കെ. ഞാൻ ഗൾഫിൽ പോയതിന് ശേഷമാണ് ഇത് അപ്പോഴാണ് ഈ അസുഖം ഉണ്ടാണ് കുട്ടിക്ക്. അപ്പോൾ ഇവരെന്താ ചെയ്തു, ഞാൻ കുട്ടിയുടെ പിതാവ് ഗൾഫിലാണ് എന്നുള്ള ഒരു ഇതിലായിരിക്കും ആ കാർഡ് കിട്ടിയത്. ഏതായാലും മുന്നിലുള്ള രോഗികളൊക്കെ മരുന്നുമായി പോകുമ്പോൾ ഒക്കെ 100-50 രൂപ മരുന്നുമായി വരുമ്പം എൻ്റെ മോൻ്റെ ഊഴം വരുമ്പോൾ 500, 600, 450 വരും. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് ഒരു ചാകരയാണ് ഈ സാമ്പത്തിക ആൾക്ക് അസുഖമാണെന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ രോഗിനെ കൊണ്ടാണ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ടെസ്റ്റും നടത്തുകയാണ്. ആവശ്യമില്ലാത്തതും എല്ലാവരും ടെസ്റ്റ് ചെയ്യും. ഒന്നത്തെ മിഷൻ ഉപയോഗിച്ചാൽ ഫസ്റ്റ് രോഗിനെ അഡ്മിറ്റ് ആക്കുമ്പോൾ തന്നെ 15,000-16,000 ബില്ല് വരും. ഒരു ബില്ല് അവരുടെ ഹോസ്പിറ്റലിൽ എല്ലാ മിഷൻ ഉപയോഗിച്ചു. ഇതാ സ്ഥിതി. ശരിക്കും ഒരു ബ്ലേഡ് കമ്പനി ഇങ്ങനെ ഉണ്ടാവില്ല എൻ്റെ അഭിപ്രായത്തിൽ.